നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ വാഹനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതായത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു വണ്ടിയുടെ നമുക്ക് ഓയിൽ ലെവൽ എങ്ങനെ ചെക്ക് ചെയ്യാം. അതായത് നമ്മളൊക്കെ വാഹനം ഉപയോഗിക്കുന്നവർ ഓടിക്കുന്നവരാണ്. എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവർ പറയും നിങ്ങളുടെ വണ്ടിക്ക് ഓയിൽ ലെവൽ കുറവായിരുന്നു, അല്ലെങ്കിൽ ഓയിൽ ലീക്കാകുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരാറുണ്ട്. ചിലപ്പോൾ നമ്മൾ വണ്ടി പാർക്കിംഗ് നിർത്തിയ സമയത്ത് എന്ത് സംഭവിക്കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുത്തു കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ ഓയിൽ ലീക്കായിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകും നമുക്ക് സ്വന്തമേ അത് നമ്മൾ തന്നെ എങ്ങനെ വണ്ടിയുടെ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മളിങ്ങനെ ഓയിൽ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ വാഹനത്തിന് നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഓടിയ വണ്ടികൾ, ചില പഴക്കമുള്ള വണ്ടികളിലൊക്കെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഓയിൽ ലീക്ക് വരാറുണ്ട്. അപ്പോൾ ഓയിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഓയിൽ ലീക്കായി പോകുന്നു. ചിലപ്പം ഓയിൽ ലീക്കായി പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് തന്നെ വലിയൊരു കംപ്ലൈൻറ്റിലേക്ക് ഇത് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അതിന് വർക്ക്ഷോപ്പിലോട്ട് ഓടി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അവർ ചെന്ന് ചിലപ്പോൾ കൊടുത്തു കഴിയുമ്പോൾ 50 രൂപ 100 രൂപ ഒരു ചെറിയ ചെക്കപ്പിന് നമ്മൾ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. അഥവാ നമ്മൾ വലിയ ഡീലർഷിപ്പിൽ കയറ്റുവാണെങ്കിൽ അത് പൈസ ഇതിലും കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങൾക്കിത് ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യണേ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണറ്റ് ഓപ്പൺ ചെയ്യണം. ബോണറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിരിക്കുന്ന വണ്ടിയുടെ വലത്ത് സൈഡിൽ ഡാഷ്ബോർഡിൻ്റെ താഴെയായിട്ടായിരിക്കും ലിവർ ഉള്ളത്. ഈ വണ്ടി ഇടത്ത് സൈഡ് ആയതുകൊണ്ട് ഞാനിപ്പം ഇടത്ത് സൈഡിലെ താഴത്തെ ലിവർ വലിക്കുകയാണ്. അതാണ് വണ്ടിയുടെ ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ലിവർ. അതായത് ഇപ്പോൾ വലത്ത് സൈഡ് സ്റ്റിയറിംഗ് ഉള്ള വണ്ടിക്കാണെങ്കിൽ സെയിം അതുപോലെ തന്നെ വലത്ത് സൈഡിലായിരിക്കും ആ ലിവർ ഉണ്ടായിരിക്കുന്നത്. അത് വലിച്ചു കഴിഞ്ഞാൽ അവിടെ ബോണറ്റ് ഓപ്പൺ ആകും. അപ്പോൾ നമുക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഓയിൽ ലെവൽ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ വണ്ടിയുടെ ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഓയിൽ ലെവൽ എങ്ങനെ ചെക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റിക്ക് ഉണ്ടാവും. ഈ കളർ കണ്ടോ, മഞ്ഞ കളർ. ചില വണ്ടിക്ക് ഇത് ഓറഞ്ചോ അല്ലെങ്കിൽ റെഡ് ആയിരിക്കാം. ഇതാണ് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുന്നതിനുള്ള സ്റ്റിക്ക്. നമ്മൾ ഈ സ്റ്റിക്ക് വലിച്ചെടുക്കുക. വലിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് 2 കട്ട് മാർക്കുണ്ട് ഈ സ്റ്റിക്കിൽ. ഈ സ്റ്റിക്കിൽ 2 കട്ട് മാർക്കുണ്ട്. ആ കട്ട് മാർക്കിൻ്റെ ഇടയ്ക്കായിരിക്കണം എപ്പോഴും ഓയിൽ ലെവൽ നിൽക്കേണ്ടത്. അതായത് ഈ താഴത്തെ കട്ട് മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിനിമം ഉണ്ടായിരിക്കേണ്ട ഓയിൽ ലെവലും ആ മേളിലത്തെ കട്ട് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഉണ്ടായിരിക്കേണ്ട ഓയിൽ ലെവലുമാണ്. ഇതിൻ്റെ രണ്ടിനും നടുക്ക് ഓയിൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ മാക്സിമത്തിൻ്റെ മേളിലാണെങ്കിലും കുഴപ്പമാണ്, മിനിമത്തിൻ്റെ താഴെ പോയാലും കുഴപ്പമാണ്. അപ്പോൾ നമ്മൾ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ സ്റ്റിക്ക് നമ്മൾ വലിച്ചെടുക്കും. ഇത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ സ്റ്റിക്ക് നമ്മളിങ്ങനെ വലിച്ചെടുക്കുക. വലിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഓയിൽ ലെവൽ കാണാൻ പറ്റും. ഇപ്പം വെയിലായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഏകദേശം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കായിട്ട് ഓയിൽ ലെവൽ ഉണ്ടായിരിക്കണം എപ്പോഴും. അപ്പോൾ അതിൻ്റെ താഴെ പോയാലും അതിന് മുകളിൽ പോയാലും എഞ്ചിനെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്ക് തന്നെ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയാണ് നമുക്ക് വണ്ടിയുടെ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇത്ര നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഓയിൽ ലെവൽ ലീക്ക് ഉണ്ടോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ കണ്ടോ, അതായത് ഈ എഞ്ചിൻ്റെ മുകൾ ഭാഗം ഇവിടെ ചിലപ്പോൾ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്കിങ്ങനെ വിഷ്വൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ലീക്ക് കാണാൻ പറ്റും മുകളിൽ നിന്ന്. പിന്നെ വണ്ടി നിർത്തിയിട്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലീക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ താഴെ ഡ്രോപ്പായിട്ട് കിടപ്പുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വണ്ടി പൊക്കി നോക്കണം. അതായത് വാഷിങ്ങിനൊക്കെ കൊണ്ടുപോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഡീലർഷിപ്പിൽ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, അവർ പറഞ്ഞു തരും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാം. ഈ വാഹനത്തിൽ ഓയിൽ ലീക്കൊന്നും ഇല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്കിതിൽ ഒന്നും കാണാൻ പറ്റാത്തത്. ഞാൻ പറഞ്ഞു തന്നല്ലോ എങ്ങനെയാണ് വണ്ടിയുടെ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാന്നുള്ളത്. ഇത്ര നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റിക്ക്. അപ്പോൾ നമ്മൾ വലിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാം. ഇനി വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ ബാറ്ററി എങ്ങനെ ചെക്ക് ചെയ്യണം, പിന്നെ ഈ കൂളൻ്റ് എന്തിനാണ് നൽകിയിരിക്കുന്നത്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.